കാലത്തിന് മുമ്പേ നടക്കുന്നവരാണ്, കാലാതീതമായി പോകുന്ന കർമ്മയോഗികളാണ് കാലത്തിനു വേണ്ടി എന്തെങ്കിലും കാത്തുവെക്കുന്നത്. ചരിത്രമെന്നും അങ്ങനെയാണ്. നമ്മൾ ഏത് മതവിശ്വാസത്തിൽ വിശ്വസിച്ചാലും, അള്ളാഹുവിലായാലും ഈശ്വരനിലായാലും ദൈവത്തിലായാലും ക്രിസ്തുവിലായാലും ഏതിൽ വിശ്വസിച്ചാലും ഒരു തിയറിയുണ്ട്, ഒരു സങ്കല്പമുണ്ട്. ഈ ഭൂമിയിലേക്ക് വരുന്ന മഹാഭൂരിപക്ഷം ആളുകളും സ്വന്തം കാര്യവും സ്വന്തം കുടുംബകാര്യവും സ്വന്തമായുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നോക്കിപ്പോകുന്നത്. അതിൽ തെറ്റുമില്ല, അത് നമുക്ക് തെറ്റു പറയാനാവില്ല. എന്നാൽ അന്യൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ടും അവരൻ്റെ ദുഃഖത്തിന് വേണ്ടിയിട്ടും അവരൻ്റെ ദുഃഖം സ്വന്തമായി കണക്കാക്കുകയും അതിനുവേണ്ടി രാവും പകലും പണിയെടുക്കുന്ന പതിനായിരങ്ങൾ ഉണ്ട്. അങ്ങനെ ഒരു 5-10% വരുന്ന ആളുകളെയും കൂടി ഒടയ തമ്പുരാൻ പടച്ചോൻ സൃഷ്ടിക്കും. അങ്ങനെ സൃഷ്ടിച്ചവരിലൂടെയാണ് നാളെയുടെ കാലം കടന്നു പോകുന്നത്. നാളേക്കുള്ളത് കരുതി വയ്ക്കുന്നത് അവരിലൂടെയാണ്. അങ്ങനെയുള്ള കരുതി വെക്കലിൻ്റെ, പ്രകൃതിയുടെ പടച്ചോൻ്റെ കരുതി വെക്കലിൻ്റെ ഒരു അപൂർവ വ്യക്തിത്വങ്ങളിലൊന്നായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി എന്ന കുട്ടി അഹമ്മദ് കുട്ടി. അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല, അദ്ദേഹം വിട്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം, അന്തരിച്ചതിന് ശേഷം കുട്ടി അഹമ്മദ് കുട്ടി കാലവും നിലപാടും എന്ന പേരിലൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ സ്മരണിക കുട്ടി അഹമ്മദ് കുട്ടി സ്മരണിക സമിതി ദുബായ് KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. KMCCയുടെ ദുബായ് കമ്മിറ്റിയുടെ മലപ്പുറത്തുള്ള കമ്മിറ്റി, പ്രവാസികളുടെ മലപ്പുറത്തുള്ള മുസ്ലിം സംഘടന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ളൊരു പുസ്തകമാണ്. ഏകദേശം 500 രൂപയാണ് അതിന് വിലയിട്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് കുട്ടിയാണ്. അതും ഒരു KP മുഹമ്മദ് കുട്ടി, ഉബൈദുള്ള MLA ആണ് അതിൻ്റെ ജനറൽ കൺവീനർ. അങ്ങനെ തുടങ്ങി ഒത്തിരി ആളുകളുണ്ട്. അതിനകത്താണെങ്കിൽ ആ പുസ്തകത്തിനകത്ത് സയ്യിദ് സാദിഖ് സിഗാഗ് തങ്ങൾ മുതൽ ഖാദർ മൊയ്തീൻ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി മുസ്ലിം ലീഗിലെ ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ അക്കാഡമിഷ്യന്മാർ, രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും അതിനകത്ത് ലേഖനം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ തോമസ് ഐസക്കിനെ പോലെയുള്ള ഇടതുപക്ഷ ഭാഗത്തുള്ളവർ എഴുതിയിട്ടുണ്ട്. SM വിജയാനന്ദിനെ പോലെയുള്ള, ഷാജഹാൻ IAS പോലെയുള്ള, കമാലുകുട്ടി IAS, TK ജോസ് IAS പോലെയുള്ള ആളുകൾ, ഡോക്ടർ PP ബാലൻ, കിലയുടെയൊക്കെ അധികാര വികേന്ദ്രീകരണ സമയത്ത് കിലയുടെയൊക്കെ ഡയറക്ടർ ജനറലായിരുന്നു PP ബാലൻ, പിന്നെ KNA ഖാദർ, ഇങ്ങനെ തുടങ്ങി ഫരീദ് ബാവക്കാൻ, ഫെയ്സി, ഇങ്ങനെ എല്ലാ മതത്തിലും പെട്ട അക്കാഡമിഷ്യന്മാർ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക നയന്മാർ, പൊളിറ്റീഷ്യന്മാർ എല്ലാവരും എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. ഭാഗ്യവശാൽ കുട്ടി അഹമ്മദ് കുട്ടിയുമായിട്ട് എനിക്ക് വ്യക്തിപരമായൊരു ബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം എനിക്കൊരു ഫോൺ കാൾ വന്നിരുന്നു. മിസ്റ്റർ സുഭാഷ് അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അതേ എന്ന് പറഞ്ഞു, എന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ MLA ഹോസ്റ്റലിൽ പോയി കണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളരെ വലുതായി വളർന്നു. അദ്ദേഹത്തിന് പ്ലാനിംഗ് ബോർഡിൽ നിന്നാണ് എൻ്റെ നമ്പർ കിട്ടിയതെന്ന് പറഞ്ഞു. ആ നിലയിൽ പിന്നെ തിരൂരങ്ങാടി മണ്ഡലത്തിന് ആവശ്യമായ കുറേ പ്രോജക്റ്റുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാനത് തിരൂരങ്ങാടി പോയി ഒക്കെ നന്നായി സഹായിച്ചിരുന്നു. അതിനുശേഷം ആ പ്രോജക്റ്റ് സെൻറ്റർ ഫോർ എക്സൈസ് സ്റ്റഡീസിലെ ആളുകളെ ഏൽപ്പിച്ചു. അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ തിരൂരങ്ങാടിക്ക് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഒരു ഡിജിറ്റൈസേഷനൊക്കെ പിന്നെയാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അതിന് മണിയ ഡിജിറ്റൈസേഷൻ അല്ല ഞാൻ പറഞ്ഞത്, ഡേറ്റ, നമ്മുടെ ആസൂത്രണ പ്ലാനിങ്ങിന് ആവശ്യമായ ഡിജിറ്റലൈസേഷനൊക്കെ പിന്നെയാണ് വരുന്നത്. അതെല്ലാം ചെയ്ത് നല്ല പ്രോജക്റ്റൊക്കെ അവിടെ ചെയ്തു. മനോഹരമായൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയും ഒരു ജീവൻ എന്ന പേരിൽ ഞാനും അതിനകത്തൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിരവധി ആളുകൾ, ഞാൻ സൂചിപ്പിച്ചതുപോലെ മനോഹരമായൊരു പുസ്തകമാണ്. മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, KMCCയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ഫോട്ടോയിലുള്ളത്. അങ്ങനെ മനോഹരമായ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എന്നെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എങ്കിലും വളരെ മനോഹരമായൊരു പുസ്തകമാണ്. വേറിട്ട വ്യക്തിത്വം തുടങ്ങി മനോഹരമായ, അതായത് സാധാരണക്കാർക്കൊപ്പം നടന്ന കുട്ടി എന്ന് രമേശ് ചെന്നിത്തല എഴുതുന്നു. തീരദേശത്തിൻ്റെ ആശ്രയമെന്ന് നമ്മുടെ ET മുഹമ്മദ് ബഷീർ MP എഴുതുന്നു. അതുപോലെ തന്നെ മനുഷ്യപക്ഷത്ത് നിന്ന് ചിന്തിച്ച് രാഷ്ട്രീയക്കാരൻ സയ്യദ് ഇബ്രാഹിമുദ്ദീൻ ഖലീൽ അൽ ബുഖാരി എഴുതുന്നു. സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ പാർശ്വവൽക്കപ്പെട്ടവരുടെ കൂടെ നിന്ന മനുഷ്യസ്നേഹി. അങ്ങനെ തുടങ്ങി ജീവിതം നന്മയ്ക്കായി സമർപ്പിച്ച സയ്യിദ് റഷീദ് അലി, പിന്നെ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ രാഷ്ട്രീയത്തിലെ വേറിട്ട വ്യക്തിത്വം, ധാർമ്മികത കൈവിടാത്ത വ്യക്തിത്വം സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, മികവുറ്റ ജീവിതം അബ്ദുൽ വഹാബ് MP, പ്രബുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പാഠപുസ്തകം ആയി അബ്ദുൽ സമദ് സമദാനി വന്നു. എല്ലാം ഒത്തിണങ്ങിയ പൊതുപ്രവർത്തകൻ KP മജീദ്. അതുപോലെ തുടങ്ങി ഇങ്ങനെ പോയി PMM സലാം, എല്ലാ വിഷയങ്ങളും അവകളുള്ള പൊതുപ്രവർത്തകൻ, ടെക്നോളജിയും ശാസ്ത്രവും ഒന്നിച്ചു കൊണ്ട് വഴങ്ങിയ രാഷ്ട്രീയക്കാരൻ ഡോക്ടർ MK മുനീർ. അങ്ങനെ പോകുമ്പോൾ അബ്ദുൽ സമദ് പൂക്കോട്ടർ വായനയും അറിവുൽപാദനവും തപസ്യയാക്കിയ വ്യക്തിത്വം.
അപ്ഡേറ്റ് ആയിരുന്ന രാഷ്ട്രീയക്കാരനെന്നാണ് ഹുസൈൻ മടവൂർ പറയുന്നത്. അങ്ങനെ തുടങ്ങി അബ്ദുൽ ഹമീദ് സഹൃദയനായ ആത്മസുഹൃത്ത്, റജി ഡേപ്രയും ജില്ലാ പദ്ധതിയും, കുട്ടി അഹമ്മദ് കുട്ടിയും, ഡോക്ടർ തോമസ് ഐസക് തുടങ്ങി ഏകദേശം 100 ഇങ്ങനെ ഞാൻ പറയാൻ നിന്നാൽ ഒരു ദിവസം പറയാനുണ്ട്. അന്ന് ഏകദേശം 116 പേർ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള മനോഹരമായൊരു പുസ്തകമാണ്. പ്ലാനിംഗ് ബോർഡിൽ CP ജോൺ അടക്കമുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട്, മന്ത്രിമാർ എഴുതിയിട്ടുണ്ട്, മുൻ മന്ത്രിമാർ എഴുതിയിട്ടുണ്ട്, അക്കാഡമിഷ്യന്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, സാംസ്കാരിക നായരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. അതോടൊപ്പം എനിക്കും ഒരു ലേഖനം എഴുതാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിന് അവസരം തന്നതിൻ്റെ സംഘാടക സമിതിയെ, പ്രസിദ്ധീകരണ സമിതിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ പുസ്തകം രാഷ്ട്രീയ രംഗത്തുള്ളവർ വായിച്ചിരിക്കേണ്ടതാണ്. രാഷ്ട്രീയ സർവകലാശാലയിലെ മഹത്തായൊരു റെഫറൻസ് ഗ്രന്ഥമാണ്. ആരായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി എന്ന് പഠിക്കലല്ല, എന്തായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി, എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് അല്ലെങ്കിൽ നൽകിയിരിക്കുന്നതെന്ന് അറിയുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പരിസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വരുന്നു എന്ന് പറയുന്നു. മണ്ണിന്, വെള്ളത്തിന്, പരിസ്ഥിതിക്ക്, കാലാവസ്ഥ മാറ്റത്തിന്, ദുരന്ത പരിപാലനത്തിന്, നിശ്വരായ ജനങ്ങൾക്ക് വേണ്ടി, നിശബ്ദരായ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി, പട്ടികജാതി പട്ടികർക്ക് എല്ലാവർക്കും വേണ്ടി ശബ്ദമുണ്ടാക്കിയ കുട്ടി അഹമ്മദ് കുട്ടി അവർക്ക് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ നേരത്തെ അനുശോചനം രേഖപ്പെടുത്തു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രണാമം അർപ്പിക്കുന്നു. ഈ പുസ്തകത്തും സഹൃദയ കേരളം വായിക്കുവാനും വിലയിരുത്തുവാനും ഇതിനനുസരിച്ചൊരു ജീവിതക്രമം ചിട്ടപ്പെടുത്തുവാനും എല്ലാവർക്കും കഴിയട്ടെ. ന്യൂ ജനറേഷൻ രാഷ്ട്രീയക്കാർക്കൊരു മാർഗദർശിയാണ് ഈ പുസ്തകം.